ബിസ്ക്കറ്റ് വേണ്ട. അവന് ഇന്നലെ ഇഞ്ചക്ഷനാണ്. അപ്പോൾ അവൻ്റെ ഇഞ്ചക്ഷൻ്റെ ബുക്കാണ്. അപ്പോൾ 3 ഇഞ്ചക്ഷനുണ്ട് വർഷത്തിൽ. നാളെ റാബീസിൻ്റെ എടുക്കും. ആക്ച്വലി 7-ാം തീയതിയാണ് ഡേറ്റ്. പക്ഷെ ഞങ്ങൾ നേരത്തെ എടുക്കുന്നതേ ഉള്ളൂ. എപ്പോഴും ഇപ്പോൾ അടുത്ത മാസം 7-ാം തീയതി ആണെങ്കിൽ ഒരു 10-15 ദിവസം മുന്നിലേ എടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ വാക്സിനേഷൻ ബുക്ക്. നാളെ അവന് കാരണം ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, മാസ്ക് ഇല്ലാതെ ഇവനെ പേടിച്ചിട്ട് നിൽക്കൂല കേട്ടോ. അതാണ് മാസ്കൊക്കെ എടുത്ത് നാളെ 10 മണിക്ക് വരും. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും ഒക്കെ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോയും കൂടെയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് മനസ്സിലായി, ബുക്കും ഇതും കണ്ടപ്പോൾ അതേ മനസ്സിലായി താഴെ ചെന്ന് നടക്കുന്നത്. അവൻ്റെ വിചാരം ഇപ്പോൾ എടുക്കുമെന്നാണ്. അപ്പോൾ നാളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. നാളെ എൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നാളത്തെ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് ഇത് കണ്ടോ, 7-ാം തീയതിയാണ് കേട്ടോ. 7/6/26 ഇതിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എടുക്കുന്നു. അപ്പോൾ അടുത്ത മാസം 7-ാം തീയതിയാണ് അവനെ എടുക്കാൻ. പക്ഷെ ഞങ്ങൾ നേരത്തെ എടുക്കുന്നു എന്ന് മാത്രം. ആദ്യം റാബീസിൻ്റെ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹെപ്പാറ്റൈറ്റിസിൻ്റെ, അതായത് മഞ്ഞപ്പിത്തം വരാതിരിക്കാനും പനി വരാതിരിക്കാനൊക്കെ 2 ഇഞ്ചക്ഷൻ ഉണ്ട്. ഇത് എടുത്തിട്ട് 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതെടുക്കുന്നത്. അപ്പം നാളെ പൊന്നിന് ഇഞ്ചക്ഷൻ എടുക്കലാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് നിർത്താൻ പറഞ്ഞ് അവർ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് തന്നെ വിടുന്ന ആൾക്കാരാണ്. ഇഞ്ചക്ഷൻ വേണ്ടി വീടുകളിൽ, നമ്മളെ വീടുകളിൽ വന്നെടുക്കുന്നതാണ്. ഇവനെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഇതാണ്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു മാസ്കൊക്കെ എടുത്തു വെക്കണം. ഇവനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റൂല, സമ്മതിക്കൂല. സൂചി കാണുമ്പോഴേ ഇവൻ പേടിച്ചോളും. ഇപ്പോൾ വന്ന് അയാളെ അറിയാം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിവിടെ നിന്ന് റൂമൊക്കെ ഒതുക്കലും പിടിക്കലും ഒക്കെ ആയിരുന്നു. എല്ലാം ഒന്ന് ഒതുക്കി പിടിക്ക് ഒക്കെ വച്ച് തുടച്ചു എല്ലാം വെച്ചേക്കുന്നതാണ്. അപ്പം ഇവൻ ഇത് കണ്ടുകൊണ്ട് താഴെ ഇറങ്ങി, കട്ടിലിൽ കിടന്നവനാണ് കേട്ടോ. അത് മാസ്ക് കണ്ടുകൊണ്ട് താഴെ ഇറങ്ങി കിടന്ന് നോക്കുന്നതാണ്. പൊന്നിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ നാളെ. ഇഞ്ചക്ഷൻ ചെയ്യുമല്ലോ. ശരി, വേദനിക്കൂല കേട്ടാ. ഉവാച്ചി വരാതെ ഇരിക്കാനല്ലേ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഉവാച്ചി വരൂലേ പിന്നെ. ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ വരും. അപ്പം അവർ ഫോൺ വിളിച്ച് പറഞ്ഞു 11:30 വരുള്ളൂ. അതെ, ഫുഡൊക്കെ കൊടുത്താൽ ബിസ്ക്കറ്റ് കഴിച്ചു. ഇനി കുറച്ച് തൈരിട്ട് സിമ്പിളായിട്ട് അവനൊന്ന് കൊടുക്കണം, ഇല്ലേ ഛർദ്ദിക്കും. അപ്പോൾ ഞാൻ അവനെ നേരത്തെ ഇല്ലെങ്കിൽ അവൻ കട്ടിൻ്റെ അടിയിൽ ഓടിപ്പോവേ. അവന് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം ആളെ കാണുമ്പം തന്നെ ഒരു ഡോക്ടർ വിടുന്നതാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ നേരത്തെ ഒന്ന് അവൻ്റെ ചെയിനൊന്ന് ഇട്ട് നേരത്തെ വെച്ച് അവനെ ഓടാതിരിക്കാൻ. കട്ടിൻ്റെ അടിയിൽ പോയിരുന്നാലേ എനിക്ക് കൈ കിട്ടണം, അല്ലേ അവൻ ആളെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കളയും. ആ സമയത്ത് വരില്ല. പിന്നെ ഒന്ന് മാസ്ക് വെച്ച് ഞാൻ കാണിച്ചു തരാം ആ സമയത്തുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഒക്കെ കേട്ടോ. അങ്ങനെ ഒരുത്ത കിടക്കുന്ന ഇവിടെ. അവനെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ തുടച്ചൊക്കെ എടുത്ത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരാഴ്ച ഇഞ്ചക്ഷൻ ചെയ്താൽ കുളിപ്പിക്കാൻ പറ്റൂലല്ലോ, കുളിപ്പിക്കാൻ പാടില്ല 7 ദിവസം. അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് എടുത്ത് പൗഡറൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഞാൻ. ഡോക്ടറൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ല് വേണ്ടേ അവന്. എപ്പോഴും അവന് നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും അങ്ങനെ പുള്ളി ഇതേ ഇവിടെ കിടക്കണം, ഭയങ്കര ചൂട്. അപ്പോൾ താഴെ ഇങ്ങനെ കിടക്കുന്നതാണ് പുള്ളി, കട്ടിൻ്റെ അവിടെ കയറി കിടക്കുന്നില്ല. അവൻ മനസ്സിലായി ഇഞ്ചക്ഷൻ ചെയ്യാൻ ആൾ വരുമെന്ന്. അവന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ വന്നു കേട്ടോ. അപ്പം ഞാൻ ഈ മാസ്ക് വെച്ച് ഇവിടെ വെച്ചേക്കണം, ഇല്ലെങ്കിൽ പറ്റൂല. ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് മാസ്ക് തുറക്കുവേ. ഇഞ്ചക്ഷൻ ആൾ വന്നിട്ടുണ്ട്, പേടിക്കണ്ടല്ലോ. വാച്ച് വരാതിരിക്കാനല്ലേ പൊന്ന, വാച്ച് വരാതിരിക്കാനല്ലേ കുടി പോയി. വാച്ച് ഇപ്പം തന്നെ തുറക്കുമല്ല മാമി, ഇപ്പം തന്നെ മാസ്ക് തുറക്കും. അവർക്കൊക്കെ പേടിയാണ് പൊന്നോ. നീ കടിക്കൂലേ, നിനക്ക് വേദന എടുത്താൽ നീ കടിക്കൂലേ, അതുകൊണ്ട് അവരാണ് മാസ്ക് വെക്കാൻ പറയുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാലും മാസ്ക് വെക്കൂലേ, നമ്മൾ ലാബിൽ ചെന്നാലും മാസ്ക് വെക്കൂലേ. ഇഞ്ചക്ഷൻ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കാണിച്ചില്ല, കാരണം അത് ശരിയല്ലല്ലോ. ഇഞ്ചക്ഷൻ കഴിഞ്ഞു അവൻ്റെ.
ഡോക്ടറൊക്കെ വന്നു. അപ്പോൾ ഇവർക്ക് ക്ലിനിക്കുണ്ട്, എല്ലാം ഉണ്ട്. एंटी रैबिस वैक्सीन आज के हो গেছে জলা আর কি আছে হেপাটাইটিস আর ইকুইপমেন্ট দেশ বাদ DHPPL জ্বর এরা বুখার হেপাটাইটিস 21 days after അതായത് ഇപ്പം റാബീസിൻ്റെ കഴിഞ്ഞ് ഇനി 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പനി വരാതിരിക്കാനും മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനാണ് കേട്ടോ. ഒക്കെയാണ്. അപ്പോൾ അവൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു. അവൻ്റെ മാസ്ക് തുറന്നില്ല എന്ന് അവനെ റൂമിലേക്ക് മാറ്റി മോൻ. കാരണം എന്താണെന്ന് പറയാൻ ഇപ്പം ഇദ്ദേഹം ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ കടിക്കുമെന്നൊരു പേടി. പോയിട്ട് വിടാലോ. ഓരോരുത്തർ വന്ന് പൊക്കോ അങ്ങോട്ട് പൊക്കോ. ഓരേ ബാബാ 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 ഓ ഓ ദാദാക്ക ദോസ്ത് വന്നപ്പോൾ കണ്ടില്ലേ. देखो देखो की आछे कोनो सीट सीट ओ पीछे दौड़बे ना सीट सीट ओके बॉश 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 अयो अयो ओ एरा मसाज करने जोड़ो यदि അച്ഛൻ്റെ കൂട്ടുകാരൻ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ ചേട്ടനൊക്കെ. ആ इंजेक्शन दीची तो पीछे दौड़ब तो पैदा हो जाए. हाँ ठीक है आज के राबिस का इंजेक्शन हो जाए और 21 दिन के পরে আর দুটো ইঞ্জেকশন. জন্ডিস আর জ্বর আসবে না. এরা ও ঘুমাইছিল, পেছন ঘুমাইছিল, এখন উড়ে দিয়েছে. चल चल खेलो खेलो देखिए तो ഇന്നത്തെ കണ്ടോ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത മാസം 14 തീയതി ദൂട്ടു ഇഞ്ചക്ഷൻ മിക്സ് করে দেবে എന്നാ तो 2 ഇഞ്ചക്ഷൻ മിക്സ് ചെയ്ത്, അതായത് 2 മെഡിസിൻ മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആക്ച്വലി ഇവന് ഇപ്പോൾ 3 ഇഞ്ചക്ഷൻ എന്നുള്ളത് ഇപ്പോൾ 2 ഇഞ്ചക്ഷനായി. 2 മരുന്നും കൂടെ അവർ 1 ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും. ഇത് കണ്ടോ അടുത്ത മാസമാണ് കേട്ടോ. വേണ്ടോ അപ്പോൾ ഇന്നത്തെ റാബീസിൻ്റെയൊക്കെ കഴിഞ്ഞ് জুলাই 7 তারিখ ছিল, আমি তো তাড়াতাড়ি করেছি. একটু 20 দিন আগে করেও তো ভালো, ওইটা তো ভালো, অনেক ভালো. এটা ও কারেক্ট টাইমে করনা ভালো না, বেশি কাটে যাবে. കറക്റ്റ് ടൈമിൽ കുറഞ്ഞ ഫലമാണ്. കണ്ടില്ലേ, ഇത് അവൻ്റെ ബുക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണം. എന്തെങ്കിലും ഫ്ലൈറ്റിലോ ട്രെയിനിലൊക്കെ ഇവനെ കൊണ്ടുവരണമെങ്കിൽ നമുക്കിതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ ഒരാളെ കടിച്ചാലും ഇതൊക്കെ ചോദിക്കും കേട്ടോ അവർ. है ना, একজনকে কামড়ে দেবো তো भी এটা সবই জিজ্ঞেস করে দেবে, है ना. এটা তো কথা বলছি. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ, അവർ അയക്കുന്നതാണ്. അപ്പം കുച്ചിട്ട ബോളോ না. ওর নামটা কি জানো ভুলে গেছি. নাম কি জানো ডগটা? ডগ স্কুবি. স্কুবি ইজ এ ভেরি গুড ডগ. ওকে তো আমরা বৌদি খুব ভালোবাসে, খুব যত্ন করেই রাখে. ട്രാൻസ്ലേഷൻ കരുവാത്തോ സ്കൂബി ഭയങ്കര ഒരു നല്ല പെറ്റാണ്. എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. আর খুব ভালো করিয়েছে. তো এর আগে একটু ছিল, ও নাম কি, ഇതിന് മുമ്പ് ഒരു പെറ്റുണ്ടായിരുന്നു എനിക്ക്, റോക്കി. കൾച്ചർ ഫാം ছিল. അപ്പോൾ കൾച്ചർ ഫാം ഉള്ളപ്പോഴേ ഇദ്ദേഹമാണ് അതിനെ നോക്കുന്നതും ഇഞ്ചക്ഷനും ഈ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ ও কি কার কাছে সঙ্গে ভাব ছিল? ও 12 वर्ष জিনা 12 साल ও জিনা পাইছে। আরে একদম ফিট ছিল, কোনো রোগও ছিল না। ও भी हमारा কাছে খুব ভালোবাসা, ওকে ভালোবেসে আর ওকে ফোর্স ফিট করতে হতো। ওকে জোর করে খাওয়ানো হতো না, গালে তুলে খাইয়ে দিতেন না, না নিজে নিজে খেত। ও নিজে আগে কো সিরলাক সবই এরা করে, ও অল্প খানা খাবে। ছোটা কুকুর है ना। এই স্কুবি কিন্তু এখন খুব মোটা হয়ে গেছে, হেলদি। স্কুবি মোটা হয়েছে, ഒന്ന് കുറക്കണമെന്നാ പറയണേ। দরকার যেহেতু ফোর্স ফিট করা হয়, গালে তুলে খাওয়ানো হয়, যার জন্য একটু হেলদি হয়ে যায়, ন্যাচারাল। কিন্তু চেষ্টা করবেন আপনারা
যাতে ওকে নিজে খাওয়ানোর চেষ্টা করে, একটু এক্সারসাইজ দরকার। মর্নিং একটু ছেড়ে রাখবে। মর্নিং দাদা নিয়ে যাবো তো 5টা বাজে বড়ু বেলে ও ডাকবে একদম স্বামী বিবেকানন্দ ওখান থেকে সবই ঘুরে ঘুরে দাদা আসবে, একটু লাট্টি भी खाते दौड़े। আচ্ছা दादा তাহলে তো ভালোই তো। दादा नहीं तो अंजू सामनगर अच्छू सामनगर तुम्हारा ओदी कोदी कोती जगह बाबूगट्टी सभी नहीं जावे तो ওকে হাঁটতে হাঁটতে নিয়ে যায়। हाँ বাহ, আমি রসি বাঁধে কখন তুমি ইঞ্জেকশন করবে তখন রসি বাঁধবে, আর ও যার সময় বাইরে যার সময় মর্নিং ওয়াক এরম নাহলে রাস্তাগুলোর সঙ্গে ঝামেলা লাগে। এই তো এখানে একটু মাঠ আছে, ও মাঠ মে একটু দৌড়ে নিয়ে আসবে আচ্ছু। আচ্ছা আচ্ছা, বাহ ভালো ভালো, এটা বি এইভাবে রাখো। ঠিক আছে, এমনি ফিট আছে, Fit আছে। বাচ্চা একদম ফিট, কোনো প্রবলেম নেই, কিন্তু একটু ഹെൽത്തി বেশি হয়ে গেছে, কিলো বেশি হয়েছে, একটু কাম করনে আর ഇങ്ങനെ ഫിറ്റ് ആണ്। পায়ের একটু প্রবলেম, হ্যাঁ মনে বোন জানি ও পায়েরটা একবার হয়ে গেছিল, ডক্টর দেখছি না, কিছু অসুবিধা ফোন করবে, হ্যাঁ কোনো সামান্য ওষুধ লিখে দিলে বলে দিলেও ঠিক থাকবে, আবার ফোন করবে। ഇങ്ങനെയൊക്കെയാണ് ഉണ്ടോ. അപ്പം ഇതൊക്കെയാണ് എല്ലാം നോക്കും. ഇതിന് മുമ്പുള്ള കൾച്ചർ പോകുമ്പോൾ 12 വർഷം ജീവിച്ചിരുന്നെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അപ്പോൾ അത് എന്നോട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അത്രയധികം നോക്കുമായിരുന്നു, ഭയങ്കര ഫിറ്റായിരുന്നു അവൻ. പിന്നെ വയസ്സായി ও কালচার পম ওয়াইস ওকে মর যাইছি হ্যাঁ না ওইটা এরা কিচ্ছু প্রবলেম ছিল না, কতই ভালো ধরে দেখছে, চুল কাটা ও মুড়ি কাটি কোয়ালিটি ছিল, ছোট্ট মধ্যে গোল কি সুন্দর, মুটা কি সুন্দর, খুব মিষ্টি দেখতে। നേരത്തെ ഉള്ള എൻ്റെ പെറ്റ് আরো বেশি আপনি ভালো করে যত্ন করে টান করে রাখতেন, ভালো শ্যাম্পু দিয়ে। അത് എന്താന്ന് പറയുന്നതെന്നറിയാമോ, ഞാൻ നല്ലവണ്ണം നോക്കി നല്ല ഷാമ്പൂ ഒക്കെ വെച്ച് തേച്ച് കൊടുത്തുകൊണ്ട് മുടിയൊക്കെ കൊള്ളായിരുന്നു, അവൻ്റെ മുഖം നല്ല സുന്ദരത്വമായിരുന്നു, നിങ്ങൾ നല്ലവണ്ണം നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. आप अपना बोल से मैं ट्रांसलेट मलयालम में করিয়েছি, বেশি মালয়ালি লোক তো দেখছি তো তার জন্য। আর কিছু বলতে পারবে না? না তো ঠিক আছে, আর কি বলবো, এমনি আপনি ডক্টর ভালো রেখেছেন, খুব ভালো যত্নে আছে। আমাকে একটু সাবস্ক্রাইব লাইক আমার ভিডিও দেখলে জন্য বলে দেবে। হ্যাঁ নিশ্চয়ই, তুমি বল দো, তোমাকে পাঠিয়ে দিও, আমি নিশ্চয়ই করে দেব। ভাবিকা চ্যানেল দেখিবে সাবസ്ക്രൈബ് করে দেবে, এটা বল। নিশ্চয়ই নিশ্চয়ই ঠিক আছে, ശരി കേട്ടോ, വെക്കുന്നേ വിടട്ടെ. അപ്പോൾ കണ്ടല്ലോ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞെന്ന്, അവൻ ഫിറ്റാണ്, ഇച്ചിരി വെയിറ്റ് കൂടി, അതൊന്ന് നിർത്തണമെന്നാണ് പറഞ്ഞത്. പിന്നെ നേരത്തെ ഇതുപോലെ തന്നെ ഇവർ തന്നെ ആയിരുന്നു ഇഞ്ചക്ഷനും കാര്യങ്ങളും നോക്കിയിരുന്നതൊക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാം അറിയാം എന്നെക്കുറിച്ച്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം അവരെ എന്നാണ് ആ പറഞ്ഞത് ഹോസ്പിറ്റൽ. ആ ঠিক আছে, ঠিক আছে. മോൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുന്ന കേട്ടോ, എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ഈ മകനാട്ടാ സാഗർ. പിന്നെ ഇതെല്ലാം എൻ്റെ മോൻ്റെ കൂട്ടുകാരാണ്. ഇനിയുണ്ട് ഈ ഇലാക്കയിൽ ഇവിടെ സ്കൂബിയൊക്കെ കാണാൻ വന്ന കേട്ടോ, ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് സ്കൂബിയെ കാണാൻ വേണ്ടി വന്ന. ആ अभी स्कूबी को वेट ज़्यादा है, कम करने के लिए बोला. ബിസ്ക്കറ്റ് വേണ്ട, അവനെ ഇന്നലെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് വേദന ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ബലാത്കാരമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യിപ്പിച്ചെന്നായിരിക്കും എൻ്റെ വിചാരം. കാരണം വഴക്കിട്ടിരിക്കുന്നുണ്ടോ, തലയും കുനിച്ചിരിക്കുന്നുണ്ടോ ബിസ്ക്കറ്റ് കഴിക്കാതെ. ബിസ്ക്കറ്റ് വേണ്ട, വിഷോ പൊന്നിന് ഉവാച്ചി വരാതിരിക്കാനല്ലേ കുത്തിയത്. ചേട്ടനോട് മമ്മിയോടും ദേഷ്യം കാണിച്ചിട്ടുണ്ട്. ഉവാച്ചി വന്നതിന് എൻ്റെ പൊന്നിനെ എനിക്ക് വേണ്ടേ, ഉവാച്ചി വന്നു കഴിഞ്ഞാൽ പറ്റുമോ? അതുകൊണ്ടല്ലേ. ബാ ബാ നമ്മുടെ പൊന്നു, ഗുഡ് ബോയ്, നമ്മുടെ പൊന്നു ഇവിടെ വന്നേ, മാമ ചോദിക്കട്ടെ, ഇവിടെ വന്നേ ചോദിക്കട്ടെ, ഇവിടെ വന്നേ പൊന്നു ചോദിക്കട്ടെ, ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ നമ്മുടെ പൊന്നു, ഇവിടെ വാ ഇവിടെ വാ, ഒരു ഉമ്മ എന്താന്നേ ചോദിക്കട്ടെ. അവിടെ വാച്ച്, അയ്യോ എവിടെയാണ് ഇഞ്ചക്ഷൻ ചെയ്ത്, എവിടെയാണ് പൊന്നിന് നോക്കട്ടെ മാമ. ഇവിടെ ചെയ്താ സാരമില്ല കേട്ടാ. ബാ ബാ വന്നേ. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ തട്ടിപ്പുകളാണ് കേട്ടോ, കണ്ടോ. അതെ, അവന് വേദനിച്ചുകൊണ്ടാണ്, ഇഞ്ചക്ഷൻ ചെയ്തതല്ലേ, നമ്മൾ കൊണ്ടുവന്ന് ഒരു വഴക്കിട്ടൊക്കെ ഇരിക്കുന്നതാണ്. ബാ നമ്മുടെ പൊന്നല്ലേ, കഴിക്ക് എന്നാൽ വേണ്ട, ഞാൻ ജബർദസ്തി തരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.
വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ ഇവൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ, അല്ല ഗുഡ് മോർണിംഗ് സോറി, ഒരു ബൈ കൊടുത്തേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇവിടെ ഭയങ്കര ചൂട്, നാട്ടിൽ നല്ല മഴ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് ഇനി അവനെ ഒരു ആഴ്ച കുളിപ്പിക്കാൻ പറ്റത്തില്ല. അവനെ കാണാൻ ആ ചേട്ടന്മാർ വന്നത്. അപ്പോൾ ഇന്ന് മകൻ വീട്ടിലുണ്ടല്ലോ, സൺഡേ അല്ലേ, ചുട്ടിയല്ലേ. അപ്പോൾ അവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ മോൻ, ചൂട് കാരണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ അന്വേഷിച്ച് വന്നു. സ്കൂബിക്ക് ഇതാണെന്നും പറഞ്ഞു, ഇഞ്ചക്ഷനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്കൂബിയെ കാണാൻ വന്നതാണ് ചേട്ടന്മാരൊക്കെ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ അതിന് നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.